പല ഘട്ടങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം കടന്നു പോയത്. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ഓർത്ത് ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ തിരികെ പറയണമെന്ന് കരുതി ജീവിച്ച കാലവും ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ മറ്റുള്ളവർ എന്തും പറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി നമ്മൾ നിരന്തരം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സന്തുഷ്ടകരമായ കുടുംബ ജീവിതം കണ്ട് കിളിപോയ അവർ എന്തെങ്കിലുമൊക്കെ പറയും. ഇത് കേൾക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചെന്തെങ്കിലും പറയും. ആ തിരികെ പറയുന്നതിലൂടെ നമ്മൾ ജയിക്കുകയല്ല, തോക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ആ ചേച്ചി എന്തും പറഞ്ഞോട്ടെ, നമ്മൾ അതിന് ചെവി കൊടുക്കാൻ പോണില്ലെന്ന് വെച്ചോ, ആ ചേച്ചി അവിടെ നാണം കെടിയാണ് ചെയ്യുന്നത്. ചേച്ചിയുടെ ഉദ്ദേശം എന്തുവാ? ചേച്ചിയുടെ മനസ്സമാധാനം നമ്മുടെയൊക്കെ നല്ല ജീവിതം കണ്ട് പോയി. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കി നമ്മുടെ കൂടെ മനസ്സമാധാനം കളയുക എന്നതാണ്. നമ്മൾ അതിന് ചെവി കൊടുക്കാതിരുന്നാൽ ചേച്ചി കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും. വേണമെങ്കിൽ വേറെ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലെ പട്ടി എപ്പോഴും കിടന്ന് കുരച്ചാൽ നമ്മൾ അതിനോട് മിണ്ടാതിരിക്കാൻ പറയും. അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ റോഡേ പോണ പട്ടി വെറുതെ കിടന്ന് കുരച്ചാൽ നമ്മൾ അതിനോട് മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനോ പോവാറുണ്ടോ? അങ്ങനെ കണ്ടൊന്ന് ജീവിച്ചു നോക്കി, പ്രശ്നങ്ങൾ നമ്മുടെ അടുത്തോട്ട് വരികയില്ല. ഈ പറയുന്നവർ പറഞ്ഞ് അവസാനം അവർ തന്നെ അവിടെ തോക്കുകയാണ് ചെയ്യുന്നത്. അവരുദ്ദേശിക്കുന്ന ആ വഴക്ക് നടക്കൂല. അങ്ങനെ ഒരു പ്രശ്നം ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് നല്ലതാണ്? നമ്മുടെ മൈൻഡിന് നല്ലത്, നമ്മുടെ ബോഡിക്ക് നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ബൈ.